ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടക്കോഴി വളർത്തൽ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചില ആളുകളൊക്കെ പറയുമല്ലോ, ഞാൻ കോഴി വളർത്തൽ തുടങ്ങി, അത് എന്തോ സക്സസ് ആയില്ല, അത് നമുക്ക് ചേർന്ന പണിയല്ല, അതൊക്കെ പറയുമല്ലോ. അപ്പോൾ അതെന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, ഓരോരുത്തർക്ക് ചേർന്ന പണി എന്താണെന്നുള്ളത് അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമ്മളുടെ പാഷൻ, എന്താണ് നമ്മളുടെ ഇഷ്ടങ്ങൾ, അതാദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, അത് പോത്തായിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പോത്തിനോട് ഒന്നും കൂടി എനിക്ക് പേടിയുണ്ടെങ്കിലും കൂടിയിട്ട് ഇഷ്ടമാണ്. എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ പാഷൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനത്തെ മൃഗങ്ങളെ വളർത്താൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ വളർത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് സൂട്ടാവുള്ളൂ. ഇപ്പോൾ ഒരു വേറൊരു ജോലി ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് കൂട്ടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു തയ്യൽ അടിക്കാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ആ ആൾ വന്നിട്ട് നമ്മളുടെ കോഴി വളർത്തൽ മേഖലയിൽ വന്നാൽ അത് അവിടെ സക്സസ് ആവില്ല. കാരണം അവരുടെ ഇഷ്ടങ്ങളും അവർക്ക് അതായിട്ടുള്ള ഓരോരോ ബുദ്ധിയിൽ ഓരോന്ന് ഉദിച്ച് വരിക ആ സ്റ്റിച്ചിങ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിൽ വന്നിട്ട് അവർക്ക് വന്നാൽ ഇവർക്ക് ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതാ ഓരോ ദിവസം ഇവരെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം, ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെയല്ലോ നമ്മളെ മനസ്സിലുണ്ടാവുക. ഇവരെങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാം, അങ്ങനത്തെ നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ആദ്യം വേണ്ടത്, ഏത് മേഖലയിലാണോ നമ്മൾക്ക് ഇഷ്ടങ്ങൾ, നമ്മളുടെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളൊക്കെ നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന മേഖല ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളോടാണ് പൂച്ച, ചിലർക്ക് പൂച്ചകളോടുണ്ടാവും, നായ, അതേപോലെ പശു, ആട്, കോഴി, അതേപോലെ മുയൽ, കാട, പോത്ത്, അങ്ങനെ ഈ മൃഗങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ ആദ്യം മാത്രം ഇതിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നാളെ 10 കോഴീനെ വളർത്താമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഇത് ഈസി പണിയൊന്നുമല്ല. എന്നാൽ അത്യാവശ്യത്തിൽ പണിയുണ്ട്. എന്നാൽ എൻജോയ് ചെയ്തിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ രസകരമായിട്ടും സന്തോഷകരമായിട്ടും ചെയ്യാൻ പറ്റിയൊരു ജോലി വേറെ ഇല്ല താനും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ളവർ മാത്രം വന്നാലേ ഇത് സക്സസ് ആവുള്ളൂ. നിങ്ങൾ വിചാരിക്കും വലിയൊരു ഹൈടെക് കൂടുണ്ടാക്കിയിട്ട് 2 നേരം തീറ്റിട്ട് ഇട്ട് കൊടുക്കുക, അവിടെ ചെന്നിട്ട് മുട്ട കളക്ട് ചെയ്യുക. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ ചെയ്യാണ് 10 കോഴിമുട്ട പെറുക്കി കൊണ്ടുവരുന്നത് കണ്ടിട്ട് നിങ്ങൾ നാളെ വിചാരിക്കണം, അങ്ങനെയൊക്കെ ഞാനും ചെയ്താൽ എനിക്കും കൊണ്ടുവരാമല്ലോ എന്ന്. പക്ഷേ ആ 10 കോഴിമുട്ട ഞാൻ പെറുക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ കഷ്ടപ്പെടാണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുക. അത് ഏത് മേഖലയായാലും വേണ്ടില്ല. ഇപ്പോൾ ഫുഡിനോടാണ് താല്പര്യം വെച്ചാൽ ഫുഡ് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. പിന്നെ നമ്മൾ കോഴികളെ കൊടുന്ന് ഓരോ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ അവർക്കുള്ള പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും അതും ഇതും ക്ലീനിങ്ങും നല്ല പണിയുണ്ട് ഇതിൽ. നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ എത്ര നേരം ഇവിടെ അടുത്ത് വന്ന് നോക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നന്നായിട്ട് നോക്കി അവരെ കെയർ ചെയ്ത് സത്യസന്ധമായിട്ട് കെയർ ചെയ്ത് നല്ലപോലെ അവരോട് ഇഷ്ടത്തിൽ പെരുമാറി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ജോലി ഇല്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക്, കാരണം നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മളുടെ പണികൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയം നമ്മളൊരിക്കലും കളയരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് ഇഷ്ടമുള്ള മേഖല തന്നെയാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ ആദ്യം തന്നെ ഇത് പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇതിൻ്റെ പാഷൻ, രണ്ടാമത് ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നല്ലൊരു ഹൈടെക് കൂടും അങ്ങനെയൊക്കെ പണിത് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മളെ കയ്യിലുള്ള കാശ് മൊത്തം നമ്മൾ ആദ്യം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ചെറുതിൽ നിന്നും വലുതാക്കി വേണം കൊണ്ടുവരാൻ. അല്ലാതെ വലുതിൽ നിന്നും നമ്മൾ ചെറുതായി വരരുത്. അപ്പോൾ ചെറിയ കൂട് അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കോഴികളെ കൊടുന്നിട്ട് അതിൽ നിന്ന് കൂട്ടി കൊടുന്ന്, അങ്ങനെ പിന്നെ കോഴികൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ പിന്നൊരു കൂട് മേടിച്ച് അങ്ങനെ നമ്മൾ കൂട്ടി കൊണ്ടുവരണം കേട്ടോ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ കുറേ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവങ്ങളാണ് ഈ കോഴി ആയാലും ആട്, പശു, അങ്ങനത്തെ. കാരണം അവർക്ക് എപ്പോഴാണ് അസുഖങ്ങൾ വരാം, എപ്പോഴാണ് അവർ നമ്മളെ കയ്യിൽ നിന്ന് മരിച്ചു പോവുക, ചത്തു പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലവരൊക്കെ കേട്ടില്ല, ഞങ്ങളൊക്കെ കർഷകരടുത്ത് പോകുന്ന സമയത്ത് പറയും, ഇന്നലെ കൊടുന്ന പശുവായിരുന്നു ഇന്ന് ചത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് 75,000 80,000 ഒക്കെ കൊടുത്തിട്ട് ഇൻഷൂർ പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആകുമ്പോഴത്തേനും
ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യന്മാരല്ലേ, ഇന്ന് കൊടുന്നാണെങ്കിൽ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഷൂർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേനും ചത്തുപോകും. അപ്പോൾ അവർക്ക് ഇൻഷൂറിൻ്റെ പൈസ പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടം പറ്റുന്ന ഒരു സംഭവമാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്കൊരാളോടും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇന്ത്യക്ക് ഒരു കോഴിനെ മേടിച്ചുകൊണ്ടുപോയി ഇതുവരെ ഒരു കുഴപ്പമില്ല, നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ കൊണ്ടുപോയ ആളെത്തുന്നത് ചത്ത് പോയിച്ചാൽ അത് എൻ്റെ കുറ്റം കൊണ്ടല്ല. എന്താണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ ഗ്യാരണ്ടി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ കാശ് ആദ്യം ചിലവാക്കരുത്, കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കുകയേ ചെയ്യരുത്. കാരണം ഇത് എപ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് പോവുക, എപ്പോഴാണ് നമുക്ക് കൂടുക എന്നും പറയാൻ പറ്റില്ല. സത്യത്തിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് വരുമാനം കൂടിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ 2 കോഴിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും കോഴികളാകുമ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയാം കേട്ടോ, ഗ്യാരണ്ടി ഇല്ല എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ കൂടുതൽ പൈസ ഇതിലേക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ കോഴിയാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഏത് സാഹചര്യത്തിലും അവർ വളരും. പിന്നെ BV380 പോലത്തെ കോഴികളൊക്കെ ആകുമ്പോഴാണ് നല്ല ഹൈറ്റൊക്കെ കൂടും, പിന്നെ അതിൻ്റേതായ സെറ്റപ്പൊക്കെ വേണ്ടത്. നമ്മളിപ്പോൾ നാടൻ കോഴികളെ വളർത്തുമ്പോൾ അവരെ ഈ പോലെ പകൽ മൊത്തം ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് വൈകുന്നേരം മാത്രം കയറി കിടക്കുക ഒരു കൂടെ അവർക്ക് മതി. അതുപോലെയല്ല നമ്മൾ BV380 വളർത്തുമ്പോൾ. അപ്പോൾ അതിന് റിസ്ക് കൂടും. അപ്പം നമ്മളെപ്പോഴും റിസ്ക് കുറഞ്ഞത് ഏറ്റെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഉള്ള ആളുകളാണ്, അതേപോലെ ഇതിന് മെനക്കെടാൻ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കോഴി വളർത്തുകയാണെങ്കിലും ഒരു ഫാമാണെങ്കിലും നമ്മളെ ഫാമിലി മൊത്തം നമ്മളെ കൂടെ ഉണ്ടാവണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും നമുക്ക് വേണം. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ചെറിയ മോൾക്ക് മാത്രം കോഴികളെ പേടി, വലിയ മോളും കുട്ടിയും ഒന്നും പേടിയില്ല, എൻ്റെ ഹസ്ബൻഡും കുഴപ്പമില്ല. എൻ്റെ ചെറിയ മോൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കോഴി അവിടെ നിന്ന് ഇതാകുമ്പോഴത്തേനും അവൾ ഇവിടെ ഓടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്തവരൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നെയാണ്. അപ്പം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി നമുക്ക് വേണം. അങ്ങനെ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് വളർത്താൻ പറ്റിയൊരു സംഭവമാണ് ഈ കോഴി വളർത്തൽ. അപ്പോൾ നഷ്ടം വരിക എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കി ആദ്യം തന്നെ നമ്മളിതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടം പറ്റുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നോക്കുന്നത്, ഇപ്പോൾ 2 ദിവസം നമ്മൾ നല്ലപോലെ കെയർ ചെയ്ത് 3-ാം ദിവസം നമ്മൾ നോക്കുന്നില്ലെങ്കിൽ പറ്റില്ല. നമ്മളെന്നും അവരടുത്ത് വന്ന് കുറച്ച് സമയം അവരായിട്ട് സ്പെൻഡ് ചെയ്ത് അവരെ ഇപ്പോൾ ഇതപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ കോഴികളൊക്കെ വിട്ട് ഞാൻ അരി ഇട്ട് കൊടുത്ത് തിന്നുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ആർക്കൊക്കെ തിന്നണുണ്ട്, ആരൊക്കെ തിന്നാത്തതുണ്ട്, ആരൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്നതുണ്ട്, ആരൊക്കെ ആക്റ്റീവ് ആവാത്തതുണ്ട് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ഇവരെ ഒന്ന് ശ്രദ്ധിച്ച് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത്, ഇപ്പോൾ ഇന്നലെയും കൂടെ ഞാൻ പച്ചമഞ്ഞളും തുളസി അതേപോലെ അടലോടകം അങ്ങനത്തെയൊക്കെ മരുന്ന് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെയും കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതേപോലെ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ളതും ഒക്കെ അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കെയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടവും സംഭവിക്കില്ല കേട്ടോ. നഷ്ടം സംഭവിക്കുകയെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കൗതുകം കൊണ്ട് ആദ്യത്തെ ഒരു ഇഷ്ടത്തിന് നമ്മൾ കുറച്ച് കോഴികളെയൊക്കെ മേടിച്ച് സെറ്റാക്കും. പിന്നെ നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് നഷ്ടത്തിലേക്ക് വരിക. അപ്പോൾ ആടായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, പോത്തായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, നിങ്ങൾ കൂടുതൽ വാങ്ങണ്ട. അതേപോലെ ഒരു ആടിനെ വളർത്തുന്ന ആളുകളാണെങ്കിലും കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് കൂട് വാങ്ങാതെ ചെറുതിൽ നിന്നും തുടങ്ങി കൂട്ടി കൊടുന്നിട്ട് നിങ്ങളത് എൻജോയ് ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നല്ല തന്നെയാണ് കേട്ടോ, വരുമാനം തന്നെയാണ്. ആ വരുമാനം നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് വരുമാനം കൂട്ടണം എന്നുള്ളതും എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് വരുമാനങ്ങൾ കൂടി വരിക എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ കണ്ടെത്തണം. എന്തിലൂടെയൊക്കെ നമുക്ക് വരുമാനം കണ്ടെത്താമെന്നുള്ളത്. ഒരു കോഴിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറും കോഴിമുട്ട മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. കുഞ്ഞുങ്ങളെ വിറ്റിട്ടും പൂവൻ കോഴികളെ വിറ്റിട്ടും മുട്ട വിറ്റിട്ടും അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ വരുമാനം കൂട്ടി കൊണ്ടുവരണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് വിജയിക്കുള്ളൂ. അല്ലാതെ ഒരേ ഇതിൽ മാത്രം നമ്മൾ നിൽക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളെപ്പോഴും പുതിയ ആശയങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് കോലം കെട്ടണമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ പണ്ടത്തെ കാലമല്ല. ഇപ്പോൾ എല്ലാത്തിനും നല്ല മാർക്കറ്റുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കണ്ടെത്താം, എന്തിലൂടെയൊക്കെ കണ്ടെത്താം എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടെത്തുന്നത് നല്ലതാണ് കേട്ടോ.